ഹലോ, നമസ്കാരം കുഞ്ഞുങ്ങളെ. അപ്പോഴേ ഇന്നലെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല. ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നല്ലോ. ഇന്നിപ്പോൾ പതുക്കെ പോകാൻ ഇറങ്ങുകയാണ്. അപ്പം അതിന് മുമ്പേ നിങ്ങൾക്കുള്ളത് ഇട്ടിട്ട് പോകാമല്ലോ എന്ന് കരുതി. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ 2 ദിവസമായിട്ടെല്ലാം വൈകുന്നുണ്ടല്ലോ. അന്നേരം വിചാരിച്ചു ഇന്ന് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി. അപ്പോൾ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് പോകാമല്ലോ എന്ന് കരുതി. നിരാശയൊന്നുമല്ല കേട്ടോ, ജീവിതത്തിലെ അനുഭവങ്ങൾ മാത്രമാണ് പറയുന്നത്. അത് നിരാശയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സോറി. ചില ബന്ധങ്ങളെ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം നമുക്ക് മാനസികാഘാതം തരും. മനസ്സിലായില്ലേ? ചില ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെയും, വീട്ടിലെ ബന്ധങ്ങളാണെങ്കിൽ തന്നെയും, മക്കളായാലും സഹോദരനായാലും അമ്മയായാലും, അതുപോലെ നമ്മളിൽ വന്നു ചേരുന്ന ബന്ധങ്ങളുണ്ടല്ലോ. ഇപ്പം മക്കളെ കെട്ടിച്ചയക്കുന്ന കുടുംബങ്ങളിലെ ആളുകളുടെ രീതി, അതൊരു നമുക്കൊരു പുതിയ ബന്ധം വന്നു ചേരുന്നതാണല്ലോ. അവർ നമുക്ക് ഒരു പ്രഥമ ദൃഷ്ടിയാൽ നമുക്കറിയാൻ കഴിയില്ല. പക്ഷേ അത് നമ്മൾ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അവരെ ഈ തരത്തുകാരാണ്. അപ്പോഴുണ്ടാകുന്ന ഒരു ഞെട്ടലുണ്ടല്ലോ, അത് നമ്മൾ ഒരു വലിയൊരു തകർച്ചയുടെ പാതയിൽ വന്ന് നിന്നിരിക്കും. മനസ്സിൻ്റെ തകർച്ച എന്തെന്നറിയാവോ? ഇന്നത്തെ കാലത്തെ എല്ലാവർക്കും മറ്റുള്ളവരിൽ നിന്നെല്ലാം തട്ടിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഈ വിവാഹം എന്നുള്ളത് തന്നെ വച്ചിരിക്കുന്നത്. പറയാമല്ലോ, എനിക്ക് കിട്ടിയ ബന്ധുജനങ്ങൾ, ഞാൻ എന്തോ ഒരു കറിവേപ്പില പോലെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പട്ടിക്ക് സമമാണ് നമ്മളെ കരുതിയിട്ടുള്ളത്. എന്നെന്നോ എൻ്റെ കുടുംബത്തിന് കേട്ടോ. സത്യമായിട്ടും പറയുകയാണ്, ഞാൻ നാടും പ്രദേശവും ഒന്നും പറയുക. പട്ടിക്ക് സമമെന്നോ. അവർ ഭയങ്കര അഭിമാനികളാണ്. ഓരോ വാക്കിലും അവർ അഭിമാനി എന്ന് പറയുമെങ്കിലും ഭയങ്കരമായിട്ടൊരു ഇതാണ് കാണിച്ചിട്ടുള്ളത്. ആ ഉണ്ടാകുന്നൊരു ഞെട്ടലുണ്ടല്ലോ, തിരിച്ചടി അവർക്കുണ്ടാകുമെന്നൊരു ഓർമ്മയിൽ അവർ ജീവിക്കുക, ആർക്കാണെങ്കിലും അല്ലേ. ബന്ധം വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയും. ബന്ധം കൂടിയിട്ടല്ല നമ്മളെ വേദനിപ്പിക്കുന്നത്, ആണോ? അല്ലല്ലോ, അല്ലേ? ഇപ്പം ഇന്നത്തേക്ക് ഇത്